മലപ്പുറത്തെ മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി.പി. ഹാരിസ മുംബൈ വിമാനത്താവളത്തിൽ പിടിയിലായി. പോലീസ് പിടിയിലായി. കെ.ടി. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. സ്വാലിഹ, 25 കോടിയിലേറെ തട്ടിയെടുത്തു എന്നാണ് ടി.പി. ഹാരിസിനെതിരായ പരാതി. എവിടെ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത്? പോലീസ് എന്താണ് പറയുന്നത്? വിനിഷ, മുംബൈയിൽ വെച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ ദുബൈയിൽ നിന്ന് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 25 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ 6 പേരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നത്. അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ വിളിച്ചു വരുത്താൻ പോലീസ് ശ്രമിച്ചത്. ഇയാൾ പോലീസിൽ വിളിച്ചു വരുത്തിയതിനെ തുടർന്നാണ് ഇയാൾ എത്തുന്നത്. മുംബൈയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരാതി പുറത്തറിയുന്നത് ഈ പണം നഷ്ടപ്പെട്ടവർ മുസ്ലിം ലീഗിന് നൽകിയ പരാതിയിൽ മുസ്ലിം ലീഗ് ഇയാൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ മാത്രമാണ്. പക്ഷെ പിന്നീടും ഇത് പോലീസിൽ പരാതി നൽകാൻ കഴിഞ്ഞിരുന്നില്ല പലർക്കും. എന്നാൽ പണം കിട്ടാതായതോടെ ഇത് സംബന്ധിച്ച് നേതാക്കളെല്ലാം ഒത്തുകളിക്കുകയാണ് എന്ന് വ്യക്തമായതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധം മാർച്ച് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ചാർജുള്ള ജയൻ ആണ്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ടി.പി. ഹാരിസ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഇയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അറിവോടെയാണ് ഈ തട്ടിപ്പെല്ലാം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിനിഷ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി.പി. ഹാരിസ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ച തുകയിൽ നിന്ന് 25 കോടി രൂപയോളം വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതാ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് കാര്യാലയത്തിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ തട്ടിപ്പ് നടത്തിയ 25 കോടി രൂപയിലേറെ തട്ടിപ്പ് നടത്തിയ ടി.പി. ഹാരിസ് ഇപ്പോൾ മുംബൈയിൽ വെച്ച് പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇയാൾ ദുബായിൽ നിന്ന് മുംബൈ വഴി സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരാതി ഉയർന്നതിനെ തുടർന്ന് 25 കോടി രൂപ ടി.പി. ഹാരിസ് തട്ടിയെടുത്തു എന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് ഇയാൾ ഗൾഫിലേക്ക് ദുബായിലേക്ക് കടന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇതാ മുംബൈയിൽ വെച്ച പോലീസ് അദ്ദേഹത്തെ പിടികൂടുന്നത്, ടി.പി. ഹാരിസിനെ പിടികൂടുന്നത്. DYFIയുടെ പ്രതിഷേധ മാർച്ച് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമ പദ്ധതികൾക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞാണ് പണം തട്ടിയെടുത്തത്. ലീഗ് നേതാക്കളും ഇടനിലക്കാരും അടങ്ങുന്ന കൊള്ളസംഘം ഈ പണം വീതിച്ചെടുത്തു എന്നാണ് പരാതി. ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ അടക്കം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് 25 കോടിയോളം രൂപ ലീഗ് നേതാക്കളുടെ ഒത്താശയോടുകൂടി ടി.പി. ഹാരിസ് തട്ടിയെടുത്തത് എന്നാണ് പരാതി. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ മലപ്പുറത്ത് പ്രതിഷേധം നടക്കുകയാണ്. DYFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.